ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടയ്ക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപയുടെ ലെനോവോയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും നമസ്കാരം. ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ ഇന്നലെ എന്തോ വിശേഷ ദിവസമായിരുന്നു. വടക്ക് കൊറിയൻ ആഫ്രിക്കയിൽ മാത്രം കണ്ടുവരുന്ന പൗരാണിക വസ്ത്രശൈലിയോടുകൂടിയാണ് വീട്ടുടമയെ എല്ലാവരും എതിരേറ്റത്. പതിവിൽ നിന്നും വിപരീതമായി യുവാവിന്ന് മറ്റൊരു ഗോത്ര യുവതിയോടൊപ്പമാണ് നൃത്തം ചെയ്യുന്നത്. യുവാവിന്റെ ബെസ്റ്റിയായ ഈ പെൺകുട്ടി കൈയടിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ നന്നായി കരയുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. എന്നാൽ പുതിയ യുവതിയുമായി വളരെ ആസ്വദിച്ചാണ് യുവാവ് നൃത്തം കളിക്കുന്നത്. ഉള്ളിൽ പൊട്ടിക്കരയുന്നുണ്ടെങ്കിലും നന്നായി കൈയടിക്കാൻ നന്നേ പാടുപെടുകയാണ് ഈ പെൺകുട്ടി. പൗരാണിക രീതിയിലുള്ള വിവിധ കലാപരിപാടികളായിരുന്നു പിന്നീട് നടന്നത്. പതിവിലും വളരെ സന്തോഷവതിയാണ് ഇപ്പോഴത്തെ പ്രധാന ഗോത്രത്തലവ. വെറുതെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. എന്താണ് കാരണമെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. കോമഡി ഷോ എന്ന പേരിലാണ് പിന്നീട് ചില പേക്കൂത്തുകൾ അരങ്ങേറിയത്. തന്റെ നിവൃത്തികേട് കൊണ്ട് കാണുന്ന മട്ടിലാണ് വീട്ടുടമ ഇതൊക്കെ കണ്ടുനിന്നത്. അത്യാവശ്യം മോശമായുള്ള തീരെ നിലവാരമില്ലാത്ത ചളിച്ച കോമഡിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോഴത്തെ പ്രധാന ഗോത്രത്തലവയും ഉറക്കം തൂങ്ങിയായ തടിമാടനുമായുള്ള ഹാസ്യാത്മകമായ എന്തൊക്കെയോ പരിപാടികൾ അരങ്ങേറുന്നു. നിവൃത്തികേട് കൊണ്ടാണ് വീട്ടുടമ ഇതൊക്കെ കാണാൻ തയ്യാറാകുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. ടോപ്പിൻ സംസ്കാരത്തിന്റെ തനത് കലയായ ഫാഷൻ ഷോയാണ് പിന്നീട് നടന്നത്. ഫാഷൻ ഷോയിൽ നിരവധി കുട്ടികളാണ് പങ്കെടുത്തത്. എന്നാൽ തന്റെ ബെസ്റ്റിയുമൊത്ത് ഫാഷൻ ഷോ നടത്താൻ സാധിച്ചില്ലെന്ന വലിയ ദുഃഖത്തിലാണ് ഈ പെൺകുട്ടി. മറ്റൊരു യുവാവുമായി തന്റെ ബെസ്റ്റി ഫാഷൻ ഷോ ആടുന്നത് വളരെ വേദനയോടെയാണ് ഈ കാമക്കടുവ കണ്ടിരുന്നത്. വിശേഷ ദിവസം ആയതുകൊണ്ടായിരിക്കാം ഇന്നലെ വലിയ ലീലകൾ പകൽ സമയം ഇല്ലായിരുന്നു. പതിവ് പോലെ ആരെയും ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ലീലകളാണ് വെളുപ്പിന് 3 മണിവരെ വീട്ടിനുള്ളിൽ അരങ്ങേറിയത്. കൈപിടിക്കുക, കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക, പൊട്ടിച്ചിരിക്കുക, പൊട്ടിക്കരയുക, ഇതൊക്കെയായിരുന്നു പ്രധാന ലീലകൾ. ലീലകൾക്കൊടുവിലാണ് ഈ കാമക്കടുവയായ യുവാവ് പെൺകുട്ടിയോട് ആ സത്യം വെളിപ്പെടുത്തുന്നത്. ഉമ്മക്കളിയും കെട്ടിപ്പിടിയുമൊന്നുമില്ലാതെ എനിക്കൊരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. വേണമെങ്കിൽ ഈ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ ഞാൻ പോയേക്കാം. എനിക്ക് വേണ്ടത് നിന്റെ സ്നേഹമാണ്. യുവാവിനെ ലാളിച്ചു മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്ന യുവതിയെ വീണ്ടും തന്നിലേക്ക് അടുപ്പിക്കാനാണ് ഈ കാമക്കടുവ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അമാവാസി ആയതുകൊണ്ടാവാം കേളികളുടെ ദൈർഘ്യം വളരെ കൂടുതലായിരുന്നു. വെളുപ്പാകാലം 3 മണിവരെ കേളികൾ ഉണ്ടായിരുന്നെന്നാണ് അറിയാൻ സാധിച്ചത്. ഇത്തരത്തിലാണ് യുവാവിന്റെ മുന്നോട്ടുള്ള പോക്കെങ്കിൽ ഈ ഗോത്ര സമൂഹം ഒരു കാമക്കടലായി മാറുമെന്നാണ് ഗോത്രവർഗത്തിലെ മറ്റാളുകൾ ഭയക്കുന്നത്. പൗരാണിക മാതൃകയിൽ ജീവിക്കുന്നുണ്ടാകാം ഈ യുവാക്കളുടെ കുടുംബത്തിൽ നിന്ന് വലിയ സപ്പോർട്ടാണ് ഇതിനൊക്കെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. രാത്രിയിലുടനീളം തന്നെ സ്നേഹിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് അലമുറയിടുന്ന യുവാവിനെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഇവർ തമ്മിലുള്ള പ്രണയം സാക്ഷാത്കരിക്കുകയാണെങ്കിൽ കൂടുതൽ കേളികൾ കാണാൻ സാധിക്കുമെന്ന വലിയ ആഹ്ലാദത്തിലാണ് മറ്റ് പ്രവിശ്യയിലെ ആൾക്കാർ. ഇവരുടെ കൂടുതൽ ലീലകൾ എത്രയും പെട്ടെന്ന് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം 7 സീഡുകൾ അടങ്ങുന്ന ഗബ്രിയേലിന്റെ ലീലകൾ എന്ന വീഡിയോ സമാഹാരം വിവിധ രാജ്യങ്ങളിലെ വിവിധ ഗോത്രങ്ങളിലെ വിവിധതരം കെട്ടിപ്പിടുത്തുകളും ഉമ്മപ്പുകളെ കുറിച്ചും അറിയാൻ ഗബ്രിയേലിന്റെ ലീലകൾ എന്ന വോളിയം 5ഉം 6ഉം 7ഉം സ്വന്തമാക്കുവാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സമ്മാനമായി നൽകുവാൻ ഇപ്പോൾ തന്നെ SMS ചെയ്യുക.